ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ചിലപ്പം ബാക്കപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പം ഡ്രൈവ് കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് ക്ലോണൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. AOMEIയുടെ ബാക്കപ്പർ എന്നുള്ള ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് എത്തുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ AOMEI ബാക്കപ്പർ എന്നുള്ള സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ubackup.com എന്നുള്ള വെബ്സൈറ്റ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് AOMEI ബാക്കപ്പർ ഇവിടെ കാണാൻ പറ്റും. താഴെ ഡൗൺലോഡിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ബാക്കപ്പ്, സിങ്ക്, റിസ്റ്റോർ, ക്ലോണ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബാക്കപ്പ് എന്നുള്ള സാധനം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിസ്റ്റം ബാക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് സിസ്റ്റം ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം സിസ്റ്റം ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ C ഡ്രൈവ് ബാക്കപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ C ഡ്രൈവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഒക്കെയാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡിസ്ക് സെലക്ട് ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ പാർട്ടീഷൻ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് C ഡ്രൈവ് അല്ലാതെ D ഡ്രൈവോ അല്ലെങ്കിൽ E ഡ്രൈവോ ഒക്കെ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ ആ ഒരു പാർട്ടീഷൻ കംപ്ലീറ്റ്ലി ബാക്കപ്പ് ആവുന്നതായിരിക്കും. അപ്പം ഇമ്പോർട്ടൻറ്റ് ഡാറ്റ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ മാത്രം ബാക്കപ്പ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഫയൽ ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഫയൽ അല്ലെങ്കിൽ ആഡ് ഫോൾഡർ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഏതെങ്കിലും ഒരു ഫോൾഡറിലാണ് നിങ്ങൾ സ്ഥിരമായിട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡർ മാത്രം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഓപ്പണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കപ്പ് ആവുന്നതായിരിക്കും. പിന്നെ ഇമെയിൽ ബാക്കപ്പ് അതുപോലെ തന്നെ ഔട്ട്ലുക്ക് ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രോ വെർഷൻസിലേക്ക് കിട്ടുള്ളൂ. പിന്നെ ക്ലൗഡ് ബാക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാക്കപ്പ് ചെയ്യുന്ന ഫയല് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യേണ്ട, ഇവരുടെ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ലോഗിൻ ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം അതിനുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഡിവൈസിന് എന്ത് പറ്റിയാലും ഇവരുടെ ക്ലൗഡ് സ്റ്റോറേജിൽ നിങ്ങളുടെ ഡാറ്റാസ് അവിടെ ബാക്കപ്പ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ വേറൊരു ഡിവൈസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം അതും നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബാക്കപ്പ് ചെയ്താൽ മാത്രം പോരാ. ചിലപ്പം ആ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. പുതിയ ഫയൽസ് ഒക്കെ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ബാക്കപ്പിലോട്ട് ആ ഫയൽസും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിങ്കിന്റെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ബേസിക് സിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോൾഡറാണോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സിങ്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ഫയൽ ഇടയ്ക്കിടയ്ക്ക് സിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ ഫയൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ബാക്കപ്പ് വേറെ ഉണ്ടാക്കണമെന്നില്ല. ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആയിട്ട് ആ ഒരു ബാക്കപ്പിലോട്ട് അതങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൽ റിയൽ ടൈം സിങ്ക്, മിറർ സിങ്ക്, 2-വേ സിങ്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് പ്രോ വെർഷൻസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം അതേ ടൈമിൽ നിങ്ങൾക്ക് സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽ ടൈം സിങ്ക് സെലക്ട് ചെയ്യാം. ഇനി ഇത് റിസ്റ്റോർ ചെയ്യൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ റിസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സെലക്ട് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഫയലുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസ്റ്റോർ ടു ഒറിജിനൽ പൊസിഷൻ അല്ലെങ്കിൽ റിസ്റ്റോർ ടു ന്യൂ പൊസിഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇത് റിസ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഒറിജിനൽ പൊസിഷൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ താഴെ സ്റ്റാർട്ട് റിസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ റിസ്റ്റോർ ആവുന്നതായിരിക്കും. ഞാൻ തൽക്കാലം അത് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ റിസ്റ്റോർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ഇമേജ് ഫയൽ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫയൽ എവിടെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആ ജസ്റ്റ് ഇമേജ് ഫയലിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താലും അത് റിസ്റ്റോർ ആവുന്നതായിരിക്കും. പിന്നെ ക്ലോൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ക്ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ക്ലോൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹാർഡ് ഡിസ്കിന്റെ ക്ലോൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാർട്ടീഷൻ ക്ലോൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് D ഡ്രൈവോ അല്ലെങ്കിൽ E ഡ്രൈവോ ഒക്കെ ക്ലോൺ ചെയ്തിട്ട് അതിന്റെ ഫുൾ ഡാറ്റ വേറൊരു ഡിസ്കിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ
പാർട്ടീഷൻ ക്ലോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ളത് നിങ്ങൾക്ക് ഒരു ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ക്ലോൺ കൊടുത്താൽ മതി. അല്ല ഹാർഡ് ഡിസ്കിലുള്ളത് കമ്പ്യൂട്ടറിലോട്ട് ക്ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ക്ലോൺ ഒക്കെ കൊടുത്താൽ മതി. പിന്നെ ഇതിൽ സിസ്റ്റം ക്ലോൺ ഉണ്ട്. ഇപ്പൊ സിസ്റ്റം നമുക്ക് മറ്റൊരു ഡിസ്കിലോട്ട് കോപ്പി ചെയ്യാവുന്നതാണ്, പക്ഷേ അത് പ്രോ വെർഷനിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഹോം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ റിസ്റ്റോർ, സ്കെഡ്യൂൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം സ്കെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം സ്കെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഡെയിലി ബാക്കപ്പ് ആവുന്നതായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ ദിവസവും ഈ ഒരു ടൈമിൽ ആ ഒരു ഫോൾഡറിലോ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിലോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടി ഈ ഒരു ബാക്കപ്പിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ വേറെയും ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ക്രിയേറ്റ് ബൂട്ടബിൾ മീഡിയ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സംഭവം നമുക്ക് വിൻഡോസിന്റെ ഒരു ബൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ചിലതൊക്കെ പ്രോ വെർഷൻസിലാണ് വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ചിലത് പ്രോ വെർഷൻസിലാണ് വരുന്നത്. ഇനി പ്രോ വെർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ എത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം കൊല്ലത്തിൽ $40 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിൽ നല്ലത് ലൈഫ് ടൈം എടുക്കുന്നതായിരിക്കും. ഇപ്പം ലൈഫ് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $60 വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.